ഗായ്സ് എല്ലാവർക്കും സഹ്യാദ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തടിപത്രിയിൽ നിന്ന് പോകാൻ വേണ്ടി പോകുന്നു. തടിപത്രി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 6 o'clock എല്ലാം ആകുമ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. പെട്ടെന്ന് ലഞ്ച് കഴിച്ചു. വിശക്കുന്നുണ്ടായില്ല. ഉച്ചക്ക് ആ ഫുഡ് നല്ല ഹെവി ആയിരുന്നു. പക്ഷേ ഇനിയിപ്പം വണ്ടി രാത്രി എവിടെ നിർത്തുമോയെന്നും അറിയില്ല. കണ്ടിന്യൂസ് ഒരു ഉറക്കം കിട്ടണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പം നാളെ രാവിലെ നമ്മൾ ഹൈദരാബാദ് എത്തും. ഹൈദരാബാദ് എത്തി അവിടെ സ്റ്റേ എങ്ങനെയാണെന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചില്ല. കാണേണ്ട കാര്യങ്ങളും കഴിക്കേണ്ട കാര്യങ്ങളും എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തീരുമാനമായില്ല. അപ്പം നാളെ രാവിലെ കാണാം. നമ്മളിവിടെ നമ്പള്ളി മെട്രോ സ്റ്റേഷനിലെത്തി. ഹൈദരാബാദ് രാവിലെ ഒരു 5 മണി 6 മണി ആകുമ്പോഴേക്ക് എത്തി. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഫ്രഷപ്പായി നമ്മൾ ഇനി ഫസ്റ്റ് ചാർമിനാറിൽ പോകണം. അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം. അതിനുശേഷം ചാർമിനാറിന് ശേഷം ഒരു 11-12 മണി വരെ എങ്ങനെയും പരമാവധി എക്സ്പ്ലോർ ചെയ്യണമെന്നാണ്. എൻ്റെ കാലിന് ഇന്നലെ പണി കിട്ടി ആ കേവെന്ന്. അപ്പോൾ നീ ബ്രേസെല്ലാം ഇട്ടിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു മുടന്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഹൈദരാബാദ് മെട്രോയിൽ വരുമ്പം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക കൊത്തളങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. നല്ല എന്താ പറയുക പണ്ടത്തെ ആർക്കിടെക്ചറിലെ കുറേ ബിൽഡിങ്സും പിന്നെ അംബേദ്കറിൻ്റെ വലിയൊരു സ്റ്റാച്യൂവും എല്ലാം കണ്ടു. നമ്മളെന്തായാലും എല്ലാം ഇന്ന് പരമാവധി എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഞങ്ങൾ 2 ദിവസം കൂടി ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് പൂരി ചന്ന മസാല 30 rupees. കുഴപ്പമില്ല. ഗായ്സ് ഫുഡ് കഴിച്ചു. അടിപൊളിയായിരുന്നു. ഇവിടുന്ന് പഠിച്ചൊരു പാഠം, ഇവിടെ ബസ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ ഓരോ റേഞ്ചാണ് വരും. 10 rupees, അത് കഴിഞ്ഞാൽ 20 rupees. ഞങ്ങൾ ജസ്റ്റ് 5 kilometers വരാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഇപ്പോൾ 30 രൂപ വെച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പം ബസ്സും ഓട്ടോയുടെ ഓൾമോസ്റ്റ് സെയിം റേറ്റാണ്. ഞങ്ങൾ ചാർമിനാറെത്തി. ജസ്റ്റ് 5 kilometer ഉണ്ടായിട്ടുള്ളൂ. 5 kilometer ഞങ്ങൾ ഒരാൾ 30 രൂപ വെച്ചിട്ട് 90 rupees കൊടുക്കേണ്ടി വന്നു. ആ ഓട്ടോക്കാരൻ ആ സെയിം റേറ്റിന് നമ്മൾ കൊണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ എക്സ്പെൻസീവ് ആണല്ലോ എന്ന് വിചാരിച്ച് വേണ്ടെന്ന് പറഞ്ഞാണ്. ഓട്ടോയും ഇതും എക്സ്പെൻസീവ് തന്നെയാണ്. ഇവിടെ കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് റാപ്പിഡോ ബുക്ക് ചെയ്യുന്നതാണ്. അതിൽ 5 രൂപയായിട്ടും കുറവുണ്ടാവും. മെക്ക മസ്ജിദിലേക്ക് വന്നിട്ടേ. അപ്പോൾ ഇവിടെ ബാഗൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തു. ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ വെക്കണം. അവിടെയും ഏകദേശം ഞങ്ങളൊരു 20 minutes കൊണ്ട് വരുന്നു പറഞ്ഞു. അവർ 20 rupees വാങ്ങി.
ഗായ്സ് ഇപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്സ് സ്ലോമോ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് രണ്ടുപേരും എടുത്തു. ഞാൻ അവസാനം ഷോട്ട് എടുക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു. റോജൻ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നു, ഞാൻ പോയി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നു. കൈകൊട്ടാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് മിനിറ്റുകൾ കഴിഞ്ഞിട്ട് സമയം കഴിഞ്ഞിട്ടും കൈകോട്ടൽ കേൾക്കുന്നില്ല. നോക്കുമ്പോൾ ഈ കൈകോട്ടൻ്റെ ആളെ കാണുന്നില്ല. ആദർശ് അപ്പുറത്തെ എവിടെയോ തീറ്റ വാങ്ങാൻ പോയിരിക്കും, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഞാൻ കൈയടിച്ച ഷെയ്ക്കാവൂടാ. അപ്പം നമ്മൾ ചാർമിനാറിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ ഇതിൻ്റെ മൊബൈൽ സ്റ്റാൻഡും ബാഗൊന്നും കയറ്റാൻ വേണ്ടി പറ്റില്ല പോലും. അവിടെ ബാഗ് ഞങ്ങൾ പുറത്ത് വെച്ചു. നിങ്ങൾ മക്ക മസ്ജിദിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ലഗേജ് വെക്കാനുണ്ട്. അപ്പം അവിടെ നിന്ന് നിങ്ങൾ എടുക്കണ്ട, അവിടെ തന്നെ വെച്ചിട്ട് അതേ ഇതിൽ തന്നെ ചാർമിനാർ വന്ന് കണ്ടാൽ മതി. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. ചാർമിനാർ വന്ന് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് ഉള്ളിൽ കയറാൻ പോകുമ്പോൾ അവർ പറയുന്നത് ലഗേജ് അപ്പുറത്ത് വെക്കണം. ആ ലഗേജ് ഇവർ വെക്കാൻ പറ്റുന്ന ഏരിയ അത്ര എനിക്ക് സേഫായിട്ട് തോന്നി. അതുകൊണ്ട് ഇവിടെ അതായത് ടിക്കറ്റിന് 20 റുപ്പീസ് കൂടാതെ അവിടെ ലഗേജ് വെക്കുന്നതിന് ഒരു ബാഗിന് 20 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇതാണ് മോളിൽ നിന്ന് വ്യൂ. ഗൈസ് ഇതിൻ്റെ മുകളിലില്ലേ നമ്മൾ നേരത്തെ കണ്ട മക്ക മസ്ജിദ് അല്ലേ? ഓക്കെ. ആദർശ് പറഞ്ഞിട്ട് എന്തോ മിലാൻ സ്പെഷ്യലാണ്, മിലാൻ ജ്യൂസ് കഴിക്കാൻ വേണ്ടി വന്നിട്ടല്ലേ? അപ്പോ ജ്യൂസ് അല്ല, മിലാൻ ജ്യൂസ് ഷോപ്പില് ഷൈദൂദ് മലായി കഴിക്കാൻ വന്നിട്ടാണ്. നീല വേറെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഷൈദൂദ് മലായി അതാണ് ഫസ്റ്റ് ഐറ്റം. അത് കഴിഞ്ഞ് പിന്നെ അപ്പം സാധാരണ പിശിക്കുന്ന റോജൻ ഇന്ന് പറഞ്ഞു നമുക്ക് എല്ലാ ഐറ്റം ഓരോന്ന് വിധം കഴിക്കാം. ഇത് കാണിച്ചുകൂടെ? ഇതൊക്കെ ഇവിടെ വിട്ടാ പിന്നെ അവിടെ കിട്ടും. പക്ഷെ റേറ്റും കൂടി നോക്കിയിട്ട് നമ്മളെ വാങ്ങിക്കുള്ളൂ. ക്യാമറ ഒക്കെ പറയടാ. സാധനമാണ്, വേസ്റ്റ് ആക്കല്ലേ. എനിക്ക് മധുരം പൊതുവെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ എനിക്ക് മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് പഞ്ചാരയുണ്ടല്ലോ എന്താ പൈസയൊക്കെ വാരി എറിയുന്നുണ്ടല്ലോ. ഞാൻ സ്പെഷ്യൽ വാങ്ങിയിട്ടുണ്ട് ഗായ്സ്. 120 റുപ്പീസിന് റോജനും ആദർശും പിള്ളേരെ ഓടിച്ച് വിട്ടിട്ട് അവിടെ കയറി ഇരുന്നിട്ടുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തുണ്ട് അഭിപ്രായം പറയൂ, റോജന്റെ അഭിപ്രായം ഏകദേശം എനിക്ക് മനസ്സിലാവുന്ന പോലെയുണ്ട്. ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കണം ഒരു ടേസ്റ്റ്. ഓക്കെ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ബോഡിയിൽ കിട്ടുന്നില്ല. ഇത് ഓർക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ പൈസ കൊടുത്ത് വാങ്ങിയതായിട്ട് എന്താണ് കയ്യിൽ. അപ്പം ഞങ്ങൾ മിലൻ ജ്യൂസ് സെൻ്ററിൽ നിന്ന് ഷഹദൂദ് മലായി കഴിച്ചു. ആദ്യത്തത് മീൻസ് ആദ്യത്തത് കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ട്. ഇവന്മാർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. 120 റുപ്പീസാണ്. രണ്ടാമത് ഇവരൊരു സ്പെഷ്യൽ ഉണ്ട്, അതെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, ഇവന്മാർക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അതിനും 120 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു 120 റുപ്പീസിന് നമ്മുടെ നാട്ടിൽ കിട്ടൂലേ മറ്റേ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഷെയ്ക്ക് ഒക്കെ. ഇവരെ ഞങ്ങൾ നേരത്തെ കുക്കിയതാണ്, മലയാളികളാണ്. ഇവര് കോട്ടയം മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇടയ്ക്ക് മുങ്ങി ഇങ്ങോട്ട് കറങ്ങുന്നുണ്ടല്ലേ.
ഗായ്സ് അപ്പം ഇനി നമ്മൾ നാളെ ഗോൽക്കൊണ്ട ഫോട്ടോ പോകുന്നത്. അപ്പം ഇന്ന് ഇപ്പം ഈ സമയം ഒരു നൈറ്റ് ഫ്രീ ആണ്. അപ്പം നൈറ്റ് ചാർമിനാർ കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ നേരെ ഒന്നും കൂടി ചാർമിനാറിലേക്ക് പോകുന്നു. ആ ഉച്ചയ്ക്ക് അവർ പറഞ്ഞപ്പോൾ മുതൽ ഇവന്മാരെ മൈൻഡിൽ കയറിയാണ് ഹലീം കഴിക്കണം. നടക്കുമ്പോൾ ഇടവും വല നോക്കുന്നില്ല. അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ 50ക്ക് ഒരു ചെറിയ ഇത് വാങ്ങിയിട്ട് വാങ്ങുന്നുണ്ട്. അവസാനം ഞാൻ തന്നെ വേണ്ടി വന്നു കണ്ടുപിടിച്ച് തരാൻ വേണ്ടിയിട്ട്. ഞാനാണതിന് വിചാരിച്ച് വയറുള്ള കിട്ടുന്ന തന്നെ പറഞ്ഞാലോ. നാരങ്ങ പിഴിഞ്ഞു വയ്ക്കണോ? വിക്ക് റോജ കഴിക്കണോ? കഴിക്കടാ, കഴിക്ക്. എന്തുണ്ട്? പൊടിയാന്നല്ല തന്നെ. അവന് വിശപ്പില്ലോ. ഇങ്ങനെ കബാബ്സ് വാങ്ങി. ഒരു മിനിറ്റ് റീഷൂട്ട്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കബാബ് വാങ്ങിയിരിക്കുന്നു. കഴിച്ചു നോക്കാം. കരിഞ്ഞു പോയോ? സ്മോക്കി ഫ്ലേവർ ആണ് കബാബ്സ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കരിഞ്ഞു പോയ ചിക്കൻ. അതിന് വിദേശത്ത് വിവരമില്ല സ്മോക്കി ഫ്ലേവർ എന്ന് പറയും. അപ്പൊ ഇതിൽ ഏറ്റവും കുറഞ്ഞു കരിഞ്ഞത് ഞാൻ എടുക്കുന്നു. കഴിച്ചു നോക്കാം റോജ. എന്തുണ്ട്? ചൂട് കബാബ്സ് കഴിക്കാനും അറിയില്ലേ? എന്തുണ്ട്? ആ കൊള്ളിയാൻ എടുത്തോ, പല്ലുകളാണ്. കൊള്ളാം, പൊളിതാണ്. അച്ഛാ ഹേ ഭയ്യ, 5 രൂപ ഡിസ്കൗണ്ട്. പ്രൊമോഷൻ. ഗായ്സ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹലീമിൽ അത്രയില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹായ് ഗായ്സ്. യൂട്യൂബിൽ വരും. യൂട്യൂബ് में आपका चैनल का नाम क्या है? സഹയാത്രികൻ. മലയാളം മലയാളം ചാനൽ ഹേ ബേട്ടാ. തെലുങ്കിൽ തെറി വിളിക്കണ്ട. അതിനാ ഞാൻ ബേട്ടാന്നല്ലേ നോക്കൂ. ഗായ്സ്, അതാ ചാർമിനാർ രണ്ട് സൈഡിൽ നിന്നും ലൈറ്റ് ഒക്കെ കത്തിച്ച് നിൽക്കുന്നത്. ഇത് കാണിക്കാനാണ് അവൻ കൊണ്ടുവന്നത്. ഗായ്സ്, ഇവിടെ നൈറ്റ് ഷാലിമാർ മൊത്തം ഓണായിട്ടേ ഫോട്ടോ എടുത്ത് നിൽക്കുന്നത്. അവിടെ അത് എന്നെ പാനിപ്പൂരി എന്നെ മാടി വിളിക്കുന്നു. പാനിപ്പൂരി ഒന്നും കഴിക്കുന്നില്ല. പിന്നെ അവിടുന്ന് കഴിച്ച എന്തൊരു ഹൈജീനിക്കാരനാ. ഒന്ന് പോയടോ, അത് തിന്നാക്കിയതൊന്നുമില്ല. തിന്നു ഇതൊന്നും ഇതൊന്നുമില്ല. വാങ്ങിച്ചാ വാങ്ങി തന്നാൽ തന്നൂലോ? വാങ്ങി തന്നാലോ? വാങ്ങി തന്നാലോ? ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാ പറയാം. വാങ്ങി തന്നാലോ? ഇനി അതെടുത്ത് വായിലെടുത്താണ്ട് അടിയാണ്. നിങ്ങൾക്കിത് കാണുന്നുണ്ടോന്ന് അറിയില്ല. തിളങ്ങുന്ന ലൈറ്റിങ്ങിൽ ഷൈനിങ് കെട്ടിയിട്ടുണ്ട്. എറണാകുളം സ്കൂൾ ട്രിപ്പ് വന്ന ടീംസ് പേര് പറയടാ. മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. എവിടെ പോയാലും മലയാളികളാണ്. ഏത് കുഗ്രാമത്തിൽ പോയാലും മലയാളികളാണ്. അതെ, മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുപോലെ ഒരു ടൗണിൽ എന്തായാലും മലയാളികൾ. അത് എറണാകുളത്ത് വണ്ടി പിടിച്ച ടീംസ്. ഹലോ, ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന്. പേര് പറയടാ. എന്റെ പേര് ആരിഷ്.
അവനിപ്പോ ഞാൻ മിണ്ടിച്ചേരാം മിണ്ടാപ്പച്ച കലവടക്കും. പോരാ സൗണ്ട് പോരാ. ഇറാനി ചായ സാധാരണ ചായ. ഇറാനി ചായ എന്ന് പറഞ്ഞാൽ 25 രൂപ കൊടുത്ത് വാങ്ങിയതാ അതിനാണ് സാധാരണ ചായ. കുറച്ച് കടുപ്പമുള്ള ഒരു ചായ. കുറച്ച് കടുപ്പമുണ്ട്, വേറെ ഒന്നുമില്ല. അതും ഇത്രയും ക്ലാസ്സിൽ 25 രൂപ. 60 വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ കാലം അന്വേഷിച്ച് നടന്ന ഒരു സാധനം ഈ ചേട്ടൻ്റെ അടുത്ത് കിട്ടി. എന്തുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടാ? ഞാൻ പണ്ട് യൂസ് ചെയ്തോണ്ടിരുന്നാടാ. അതെ, സലീം സാർ എടുത്ത് അടിച്ചു മാറ്റിയിട്ട്. ഞങ്ങൾ ചാർമിനാർ കണ്ടു കഴിഞ്ഞ് വന്നു. ഇനി ഒന്നുമില്ല, നേരെ സ്റ്റേഷനിൽ പോകണം, ലോഞ്ചിൽ റെസ്റ്റ് എടുക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന്. നാളെ നമ്മൾ രാവിലെ തന്നെ ഗോൽക്കൊണ്ട ഫോർട്ട്, അതിനുശേഷം വൈകുന്നേരം 5 മണിക്കാരിലെ ട്രെയിനിന് പോകണമെന്നാണ് ഇപ്പോൾ പ്ലാനിലുള്ളത്. അപ്പം നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ഫ്രം സഹയാത്രികർ.